Hello മക്കളെ, എടാ ദേ സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. F1 progeny of a cross between pure tall and dwarf parents as always. അപ്പോൾ ദേ പ്യുവർ ടോൾ ആൻഡ് ഡോഫ് പ്ലാന്റ്സിന്റെ ക്രോസിൽ F1 പ്രോജനിയിൽ കിട്ടുന്ന എന്താണെന്ന്. വാട്ട് ഇസ് F1 പ്രോജനി? ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന ഓഫ് സ്പ്രിങ്സിനാണ് കേട്ടോ നമ്മൾ F1 പ്രോജനീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രോസ് ബിറ്റ്വീൻ പ്യുവർ ടോൾ ആൻഡ് പ്യുവർ ഡോഫ് പ്ലാന്റ്സ്. ഈ പ്യുവർ ലൈൻ ബ്രീഡ് ഓഫ് ടോൾ ആൻഡ് ഡോർഫ് എന്താണ്? ഫോർ മെനി ജനറേഷൻസ് ഓൺലി ടോൾ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ ഓൺലി ടോൾ പ്ലാന്റ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് വരും? ടോൾ പേരൻസ് ആണ്. ഫോർ മെനി ജനറേഷൻസ് ഡോഫ് പ്ലാന്റ്സ് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതിന് അവർക്ക് എന്താ വരിക? പ്യുവർ ലൈൻ ഡോഫ് പ്ലാന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ പ്യുവർ ടോൾ പ്ലാന്റ് എന്ന് പറയുന്നത് അവരുടെ രണ്ട് ക്യാപിറ്റൽ ടീസ് ആയിരിക്കും. രണ്ട് അലീൽസും ഡോമിനന്റ് അലീൽസ് ആയിരിക്കും. ഡോഫ് പ്ലാന്റിന്റെ രണ്ട് അലീൽസും റെസസീവ് അലീൽസ് ആയിരിക്കും. ഇതാണ് പ്യുവർ ലൈൻ പേരൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഗ്യാമീറ്റ്സ് എന്താ മക്കളെ വരുന്നത്? ദേ ഇവിടെ നമ്മുടെ ഗ്യാമീറ്റ് ടി, ക്യാപിറ്റൽ ടി വരുന്നത്. എല്ലാ ഗ്യാമീറ്റ്സും ക്യാപിറ്റൽ ടി തന്നെ വരുന്നേ. അപ്പൊ നമുക്ക് ഒരെണ്ണം റെപ്രസെന്റ് ചെയ്താൽ പോരെടാ. രണ്ടാമത് നോക്കിയടാ, സ്മോൾ ടിയിലും ഒരു ഗ്യാമീറ്റല്ലേ വരുന്നത്, ഒരു ടൈപ്പ് ഓഫ് ഗ്യാമീറ്റല്ലേ വരുന്നത്. അതേതാ? സ്മോൾ ടി ഗ്യാമീറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ നോക്കി ഇവരുടെ തമ്മിലുള്ള ഒരു ക്രോസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യാപിറ്റൽ ടി കിട്ടും, ഒരു സ്മോൾ ടി കിട്ടും അല്ലേ. ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പോൾ നമ്മുടെ ലോ ഓഫ് ഡോമിനൻസ് കാരണം ഇവിടെ എന്താ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഡോമിനന്റ് അലീല് റെപ്രസെന്റ് ചെയ്യുകയും റെസസീവ് അലീല് റെപ്രസെന്റ് ആകാതെയും ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാന്റ്സ് ഒക്കെ എന്താ മക്കളെ ആവുക? ടോൾ പ്ലാന്റ്സ് അല്ലേ ആവുക. അപ്പൊ നോക്കിയാൽ നമ്മുടെ ആൻസർ എന്താണ്? F1 പ്രോജനി പ്യുവർ ടോൾ പ്ലാന്റ്സിനെയും ഡോഫ് പ്ലാന്റ്സിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നേ? എല്ലാം എന്തായിരിക്കും? ടോൾ പ്ലാന്റ്സ് ആയിരിക്കും അല്ലേ മക്കളെ. അപ്പൊ ഓപ്ഷൻ എ അല്ലേ ആൻസർ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ബൈ.